വെൽക്കം ടു മാസ്റ്റർമിൻ എഡ്യൂക്കേഷൻ ഓൺലൈൻ ക്ലാസ്സസ്. നമ്മളിന്നിവിടെ എടുക്കാൻ പോകുന്നത് യൂണിറ്റ് 4 കഴിഞ്ഞ ക്ലാസ്സിൽ ബാക്കിയായിട്ടുള്ള നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഷോർട്ട് ടേം പ്രൊഡക്ഷൻ ഫംഗ്ഷൻ പറഞ്ഞു, അതുപോലെ തന്നെ ലോങ് ടേം പ്രൊഡക്ഷൻ ഫംഗ്ഷൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെന്താണെന്ന് മാത്രം നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. എന്തൊക്കെയാണ് അതിൻ്റെ മാറ്റങ്ങൾ നമ്മൾ ജസ്റ്റ് ചെറിയ തോതിൽ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എന്നാൽ അതിൻ്റെ ഷോർട്ട് ടേം പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്താ, ലോങ് ടേം പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്താണ്, അതിന് ഉപയോഗിക്കുന്ന ഓരോ സംഭവങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ ഡിഫറൻസ് എന്തൊക്കെയാണ് എന്നാണ് ഇവിടെ പറയുന്നത്. The term short run refers to a time frame during which at least one production element is fixed. ഒരു പ്രൊഡക്ഷൻ എന്തായിരിക്കും അവിടെ ഫിക്സ്ഡ് ആയിരിക്കും. അവിടെ പറഞ്ഞ എന്തായിരുന്നു, ലേബർ ആയിരുന്നു. ലോങ് റണ്ണിൽ പറഞ്ഞത് the term long run refers to a time frame in which all production elements are subject to change. എല്ലാ എലിമെൻറ്റുകളും എന്താവുന്നു, അവിടെ ഉണ്ടാവുന്നു. എന്തൊക്കെയാണ്, ക്യാപിറ്റല്, അതുപോലെ തന്നെ ടെക്നോളജി കാര്യങ്ങളൊക്കെ ലേബറൊക്കെ എന്തുണ്ടായിരുന്നു, വന്നിരുന്നു. പിന്നെ ഇവിടെ എന്തായിരിക്കും, ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ ആയിരിക്കും. പിന്നെ അതായത് വേരിയബിൾ ആയിരിക്കും, ഒരു വേരിയബിൾ ഉണ്ടാവുള്ളൂ, ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ. ഇവിടെ ഉണ്ടാകുന്ന പറയുന്നത് ലോ ഓഫ് റിട്ടേൺ ടു സ്കെയില്. നമ്മൾ എന്ത് ചെയ്യുന്നു, ലോ ഓഫ് റിട്ടേൺ ടു സ്കെയില് നമ്മൾ ഗ്രാഫിൽ പറയുന്നുണ്ട്. ലോ ഓഫ് റിട്ടേൺ ടു സ്കെയില് അതായത് നമുക്ക് സ്കെയിൽ രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, റിട്ടേൺ ചെയ്യാം. കാരണം എന്താ, ഇവിടെ എല്ലാ പ്രൊഡക്ഷൻസും ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ പറയുന്നത് പ്രൊഡക്ഷൻ സ്കെയിൽ റിമെയിൻസ് അൺചേഞ്ച്ഡ്. പ്രൊഡക്ഷൻ സ്കെയിൽ എന്താണ്, റിമെയിൻസ് അൺചേഞ്ച്ഡ്, അവിടെ മാറ്റം ഉണ്ടാവില്ല. കാരണം എന്താണ്, റിട്ടേൺ ടു സ്കെയിൽ അവിടെ അല്ല. കാരണം നമുക്ക് റിട്ടേൺ കിട്ടും, നമുക്കൊരു ഇതല്ല, അവിടെ ഒരു ഇത് മാത്രമേ, വാല്യൂ മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. ഇവിടെ ചേഞ്ച് ഇൻ ദ പ്രൊഡക്ഷൻ സ്കെയിലൊക്കെ എന്താ ചെയ്യാൻ ചേഞ്ച് വരാം. കാരണം എന്താണ്, അവിടെ ടെക്നോളജി മാറ്റം വരികയാണെങ്കിൽ, അതുപോലെ തന്നെ പിന്നെ ക്യാപിറ്റലിൽ മാറ്റം വരികയാണെങ്കിൽ, ലേബറിൽ മാറ്റം വരികയാണെങ്കിൽ, മറ്റുള്ള ലാൻഡിലൊക്കെ മാറ്റം വരികയാണെങ്കിൽ എന്ത് ചെയ്യാം, അവിടെ റിട്ടേൺ ടു സ്കെയിലിൽ മാറ്റം വരാം. അതൊരു ഇതാണ്. കാരണം എന്താ, ഓരോ ടൈമിലും വ്യത്യസ്തമായിട്ടുള്ള പ്രോഫിറ്റ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇവിടെ എന്താണ്, ഫിക്സ്ഡ് ആണ്, ഒരു മാത്രമേ യൂസ് ചെയ്യുന്നു, ഒന്ന് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ, ഫിക്സ്ഡ് ആണ്. ഇനി ബേസിക് കൺസെപ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. പ്രൊഡക്ഷനിൽ ബേസിക് കൺസെപ്റ്റുകൾ എന്തൊക്കെയാണ്, പ്രൊഡക്ഷന് കാര്യങ്ങൾ പറഞ്ഞു, ഷോർട്ട് റണ്ണ് അതുപോലെ ലോങ് റണ്ണൊക്കെ പറഞ്ഞു. എന്താണ് അതിൻ്റെ ബേസിക് കൺസെപ്റ്റ്? ഇനി എക്കണോമിക്സ് പറയുകയാണെങ്കിൽ there are 3 ways to define the output or product during the production process, such as ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ഔട്ട്പുട്ട് കണ്ടെത്താനുള്ള, പ്രൊഡക്ഷൻ നടന്നത് എന്താണ്, ഔട്ട്പുട്ട് കണ്ടെത്തുക, ഇൻപുട്ടിൽ നിന്ന് നമ്മൾ ഔട്ട്പുട്ട് കണ്ടെത്തുക. അതിൽ 3 കൺസെപ്റ്റുകളാണ് പറയുന്നത്. എന്താണ്, ഒന്ന് ടി പി, രണ്ടാമത്തെ എ പി, പിന്നെ എം പി. എന്തൊക്കെയാണ് ടി പി? അത് ടോട്ടൽ പ്രൊഡക്റ്റ്, മറ്റേ ആവറേജ് പ്രൊഡക്റ്റ്, മറ്റേ മാർജിനൽ പ്രൊഡക്റ്റ്. എന്താണ് ടോട്ടൽ പ്രൊഡക്റ്റ്, എന്താണ് ആവറേജ് പ്രൊഡക്റ്റ് എന്ന് പറയാം. ടോട്ടൽ പ്രൊഡക്റ്റ്, ടി പി എന്നൊരു ഷോർട്ടായിട്ട് പറയുന്നു ടോട്ടൽ പ്രൊഡക്റ്റിൻ്റെ. എന്നാൽ ടോട്ടൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്, ടോട്ടൽ പ്രൊഡക്റ്റ് ഈസ് എ കൺസെപ്റ്റ് ഇൻ എക്കണോമിക്സ് ദാറ്റ് റിഫേഴ്സ് ടു ദി ടോട്ടൽ ക്വാണ്ടിറ്റി, മൊത്തം ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട്, മൊത്തം ക്വാണ്ടിറ്റി നോക്കിയിട്ട് ഔട്ട്പുട്ടിൻ്റെ മൊത്തം ക്വാണ്ടിറ്റി ദാറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ എ ഫേം യൂസിങ് എ ഗിവൺ ക്വാണ്ടിറ്റി ഓഫ് ഇൻപുട്ട് സച്ച് ആസ് ലേബർ ആൻഡ് ക്യാപിറ്റൽ. അതായത് ലേബർ ക്യാപിറ്റൽ ഉപയോഗിച്ചിട്ട് മൊത്തം ക്വാണ്ടിറ്റിയുടെ ഇതും ഔട്ട്പുട്ടും അതുപോലെ തന്നെ കൊടുത്തിട്ടുള്ള ഇൻപുട്ടും ഉപയോഗിച്ചുകൊണ്ട് അരിച്ചാൽ കിട്ടുന്നതാണ് ടോട്ടൽ പ്രൊഡക്റ്റ്. ആവറേജ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആവറേജ്, ദ ഔട്ട്പുട്ട് പെർ യൂണിറ്റ് ഓഫ് ദ ഫാറ്റ് യൂസ് നോൺ ആസ് ആവറേജ് പ്രൊഡക്റ്റ്. അത് നമ്മൾ കൊടുത്ത ഔട്ട്പുട്ട് പെർ യൂണിറ്റ്, ഓരോ യൂണിറ്റ് കൊടുത്ത ഔട്ട്പുട്ട് പ്രകാരമാണ് അതിൻ്റെ ആവറേജ്. മറ്റേത് ടോട്ടൽ, മറ്റേത് ആവറേജ്. ആവറേജ് പ്രൊഡക്റ്റ് ഈസ് കാൽക്കുലേറ്റഡ് ബൈ ദി ഡിവൈഡിങ് ദി ടോട്ടൽ പ്രൊഡക്റ്റ് ബൈ ദി ക്വാണ്ടിറ്റി ഓഫ് ദി ഫാറ്റ് യൂസ്ഡ്. എങ്ങനെ നമുക്ക് ആവറേജ് പ്രൊഡക്റ്റ് കാണാൻ കഴിയുക, ടോട്ടൽ പ്രൊഡക്റ്റിനെ ഹരിക്കണം പിന്നെ നമ്മൾ യൂസ് ചെയ്ത ഫാറ്റസ്, ലാൻഡോ ലേബറോ അതുപോലെ തന്നെ ക്യാപിറ്റലോ ഏതാണ് നമ്മൾ യൂസ് ചെയ്തത്, ആ ഫാറ്റസ് കൂടി അരിച്ചാൽ കിട്ടുന്നതാണ് ആവറേജ്. അതിൻ്റെ ശരാശരി എന്ന് പറയും. പ്രൊഡക്റ്റിൻ്റെ ശരാശരി കാണാനാണ് പറയുന്നത്. മറ്റേ പ്രൊഡക്റ്റിൻ്റെ ടോട്ടൽ മൊത്തം കാണണമെങ്കിൽ എന്താണ്, ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് ദാറ്റ് ഈസ് പ്രൊഡ്യൂസ്. എത്ര ആണ് ഔട്ട്പുട്ട് ടോട്ടൽ ക്വാണ്ടിറ്റി ചെയ്തിട്ടുള്ളത്, അത് ബൈ എന്ന് പറഞ്ഞാൽ എന്താ, ഹരിക്കണം എ ഫേം യൂസിങ് എ ഗിവൺ ക്വാണ്ടിറ്റി ഓഫ് ഇൻപുട്ട്, ഒരു ഫേം യൂസ് ചെയ്തിട്ടുള്ള ക്വാണ്ടിറ്റി കൂടി. പിന്നെ അടുത്ത പറയാനുള്ളത് അതിന് മാർജിനൽ പ്രൊഡക്റ്റ്, എം പി. മാർജിനൽ പ്രൊഡക്റ്റ് എന്താണ്, the change in the total product brought on by using addition of a variable factor is known as marginal product. ടോട്ടൽ പ്രൊഡക്റ്റിനെക്കാട്ടിൽ ഒന്നും കൂടി അതിക്ക് അഡീഷനായിട്ട്, ഇപ്പം നിലവിലുള്ള ടോട്ടൽ ഔട്ട്പുട്ടിനെക്കാട്ടിലും ഒന്നും കൂടി അഡീഷനായിട്ട് എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്ന പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റിനെയാണ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻസിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മാർജിനൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്.
മാർജിനൽ പ്രോഡക്റ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് ഇൻ എക്കണോമിക്സ്. മാർജിനൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റാണ് എക്കണോമിക്സിൽ. ബിക്കോസ് എന്തുകൊണ്ടാണ് പറയാൻ കാരണം, പ്രോഡക്റ്റിൽ ഒരു എക്കണോമിക്സിൽ ഇമ്പോർട്ടൻ്റ് പറയാൻ കാരണം എന്താണ്? ഇറ്റ് ഹെൽപ്പ് ഫേം ടു ഡിറ്റർമിൻ ദി ഓപ്റ്റിമൽ ലെവൽ ഓഫ് ഇൻപുട്ട് യൂസേജ് ആൻഡ് ടു മാക്സിമൈസ് ദർ പ്രോഫിറ്റ്. നമുക്ക് അഡീഷണൽ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഓരോ സംഭവത്തിൻ്റെയും ഓരോ പ്രോഡക്റ്റിൻ്റെയും നമുക്ക് ടോട്ടൽ കഴിയുമ്പോൾ നമുക്ക് അഡീഷണൽ ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഇൻപുട്ടിൽ മാറ്റം വരാം. ഇൻപുട്ട് യൂസേജ് വരുമ്പോൾ അതുപോലെ തന്നെ മാക്സിമം ദർ പ്രോഫിറ്റ്, നമുക്ക് പ്രോഫിറ്റ് എന്ത് ചെയ്യാം, മാക്സിമൈസ് ചെയ്യാം. കാരണം ഓരോ സാധനങ്ങൾ എത്രത്തോളം ലെവലിൽ ഔട്ട്പുട്ടുകൾ പോകുന്നുണ്ടോ അതിനനുസരിച്ച് നമുക്ക് അഡീഷണലി നമുക്ക് മാറ്റി എന്ത് ചെയ്യാം, സാധാരണ നമ്മൾ ഇറക്കുംകാട്ടിലും കുറച്ചുകൂടി എണ്ണം ഇറക്കി വെച്ചാൽ അത് കേട് വരാതെ നമുക്ക് നാശം അല്ലെങ്കിൽ സംഭവിക്കാതെ നശിച്ചു പോകാതെ നമുക്കത് വിറ്റ് പോകുമെന്ന് മുൻകൂട്ടി കിട്ടുമ്പോൾ എന്താണ് അവിടെ വരുന്നത്? മാർജിനൽ പ്രോഡക്റ്റാണ്. അപ്പം എന്ത് ചെയ്യും, കുറച്ചുകൂടി അഡീഷണൽ യൂസ് ചെയ്യുമ്പോൾ പ്രോഫിറ്റ് കൂടും, ഇൻപുട്ട് യൂസേജ് എന്ത് ചെയ്യും, ലെവൽ മാറും, നമുക്ക് എന്ത് ചെയ്യാം, കൂട്ടാൻ പറ്റുന്നതാണ്. When the marginal product of labor is positive, മാർജിനൽ പ്രോഡക്റ്റിൻ്റെ ലേബർ, അതായത് മാർജിനൽ അഡീഷണൽ ആയിട്ട് യൂസ് ചെയ്യുന്നതിൻ്റെ ലേബർ പോസിറ്റീവ് ആണെങ്കിൽ ആൻഡ് ഡിക്രീസിങ്, പോസിറ്റീവ് ആൻഡ് ഡിക്രീസിങ്, ഇറ്റ് മീൻസ് ദാറ്റ്, അതായത് ലേബർ അവിടെ പോസിറ്റീവാണ്, അതുപോലെ തന്നെ അവിടെ ഡിക്രീസിങ് കുറയാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇറ്റ് മീൻസ് ദാറ്റ് ഈച്ച് അഡീഷണൽ യൂണിറ്റ് ഓഫ് ലേബർ, ഓരോ അഡീഷണൽ യൂണിറ്റ് ഓഫ് ലേബറിൻ്റെ ഓരോ അഡീഷണൽ യൂണിറ്റ് ഈസ് ആഡ് ലെസ് ടു ദി ടോട്ടൽ ഔട്ട്പുട്ട് ദാൻ ദി പ്രീവിയസ് യൂണിറ്റ് ഓഫ് ലേബർ. അതായത് നമ്മൾ അഡീഷണൽ യൂണിറ്റിനെ ലേബറിലേക്ക് എന്ത് ചെയ്യുന്നു, ആഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു, അവിടെ മറ്റ് ഭാഗത്തെ യൂണിറ്റ് എന്ത് ചെയ്യുന്നു, കുറവായിട്ട് വരുന്നു. കാരണം നമുക്കിതിൽ അഡീഷണൽ യൂസ് ചെയ്യുമ്പോൾ അടുത്തൊരു ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ നമുക്ക് ഇൻപുട്ട് എന്തായിരിക്കും, കുറവായിരിക്കും. അടുത്തൊരു ടൈം പീരീഡിൽ അടുത്തൊരു ഒരു സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, അത് ഇൻപുട്ട് കുറയും. കാരണം ഇവിടെ അഡീഷണൽ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യും, ദിസ് മീൻസ് ദർ ഈസ് ഡിമിനിഷിംഗ് മാർജിനൽ റിട്ടേൺ ടു ഓഫ് ലേബർ. അതായത് ഹൈ ലെവലല്ല ലോ ലെവലും അല്ല. അതായത് ഹൈ ലെവലായപ്പോൾ അതിലോട്ട് കുറച്ച് ഇൻപുട്ട് കൂട്ടിയപ്പോൾ അഡീഷണൽ ആയിട്ട് യൂണിറ്റ് ഓഫ് ലേബറിലേക്ക് വന്നു. ലേബറുകൾക്ക് കാരണം ഇൻപുട്ട് ഒരുപാട് അഡീഷണൽ ആയിട്ട് കൂട്ടിയല്ലോ, അപ്പോൾ എന്തായി, ലേബറും കൂടി. അപ്പോൾ അവിടെ എന്താവും, മറ്റു ഇൻപുട്ട് ഉണ്ടാക്കാൻ ലേബറുകൾക്ക് കുറവായിട്ട് വരും. അതാണ് ഇവിടെ പറയുന്നത് ഡിമിനിഷിംഗ് മാർജിന് പറഞ്ഞ പേരാണ് ഡിമിനിഷിംഗ് മാർജിനൽ റിട്ടേൺ ഓഫ് ലേബർ എന്ന് പറയുന്നത്. വെൻ ദി മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് ദി ലേബർ ഈസ് നെഗറ്റീവ്, ഇവിടെ പോസിറ്റീവ് ആണെങ്കിൽ എങ്ങനെയാണ് പറഞ്ഞു, ആൻഡ് ഇറ്റ് മീൻസ് ഇവിടെ നെഗറ്റീവ് ആണെങ്കിലോ, അതായത് ആ മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് ലേബർ നെഗറ്റീവ് ആണെങ്കിലോ, ഇവിടെ ലേബർ പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ എങ്ങനെ പറഞ്ഞു, നെഗറ്റീവ് ആണ്. ഇറ്റ് മീൻസ് ദാറ്റ് ദ അഡീഷൻ ഓഫ് വൺ മോർ വർക്കർ ലീഡ്സ് ടു എ ഡിക്രീസ് ഇൻ ഔട്ട്പുട്ട്. ഒരു അഡീഷൻ ഓഫ് വൺ മോർ വർക്കർ, ഒരു വർക്കറും കൂടി നമ്മൾ അഡീഷൻ ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ അത് ലീഡ്സ് ടു ഡിക്രീസ് ഇൻ ഔട്ട്പുട്ട് കുറയും. ആൻഡ് ദ ഫേം ഷുഡ് റിഡ്യൂസ് ഇറ്റ്സ് ലേബർ ഇൻപുട്ട്. ഫേം എന്ത് ചെയ്യുന്നു, ലേബർ ഇൻപുട്ടിനെ കുറയുകയും ചെയ്യുന്നു. കാരണം നെഗറ്റീവ് രീതിയിലാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, മാർജിനൽ പ്രോഡക്റ്റ് കിട്ടുന്നത്. കാരണം മാർജിനൽ പ്രോഡക്റ്റ് നെഗറ്റീവ് ആകുമ്പോൾ അഡീഷൻ ഓഫ് വൺ മോർ വർക്കർ, ഒരു വർക്കർ നമ്മൾ അഡീഷൻ വെക്കുമ്പോൾ എന്തായി, അവിടെ ഡിക്രീസ് ആയി ഔട്ട്പുട്ട്. കാരണം അവിടെ നമുക്ക് ഒരുപാട് യൂസേജ് വരുന്നുണ്ട്. പ്രൊഡക്ഷനിൽ അയാൾക്കുള്ള വരുമാനം പ്രോഫിറ്റ് കൊടുക്കണം, പ്രോഫിറ്റിൻ്റെ വിഹിതം അയാൾക്ക് കൊടുക്കണം. അങ്ങനെ കൊടുക്കുമ്പോൾ എന്താവും, നമ്മളുടെ നിന്ന് ഫിനാൻസ് കുറയുമ്പോൾ എന്താവും, അവിടെ ഔട്ട്പുട്ട് നമുക്ക് അടുത്ത ഔട്ട്പുട്ട് കൊടുക്കാനുള്ള ഫിനാൻസ് നമ്മളെത്തില്ല, കുറഞ്ഞു പോകും. അപ്പോൾ എന്താവും, ഫേം ഷുഡ് റെഡ്യൂസ് ഇറ്റ്സ് ലേബർ ഇൻപുട്ട്, നമുക്ക് ലേബർ കിട്ടുന്ന ഇൻപുട്ട് കുറയും ചെയ്യും. അപ്പോൾ അതിനെന്ത് ചെയ്യും, അതാണ് നെഗറ്റീവ് എന്ന് പറയുന്നത്. ഇനി അടുത്ത് പറയുന്നത് ലോ ഓഫ് വാരിയബിൾ പ്രൊപ്പോർഷൻ. ലോ ഓഫ് വാരിയബിൾ പ്രൊപ്പോർഷനിലാണ് നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത്. എന്താ വാരിയബിൾ പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ, ലോ ഓഫ് വാരിയബിൾ പ്രൊപ്പോർഷൻ ഈസ് എ ഫണ്ടമെന്റൽ കൺസെപ്റ്റ് ഇൻ എക്കണോമിക്സ് ദാറ്റ് എക്സ്പ്ലെയിൻ ദി റിലേഷൻ ബിറ്റ്വീൻ ദി ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഓഫ് എ പ്രൊഡക്ഷൻ പ്രോസസ് ഇൻ ദി ഷോർട്ട് റൺ. നമ്മൾ ലോ ഓഫ് വാരിയബിൾ പ്രൊപ്പോർഷൻ നമ്മൾ പറഞ്ഞു ഇവിടെയാണ്, ഷോർട്ട് റണ്ണിലായിരുന്നു. നമ്മൾ ലോങ് റണ്ണിൽ എന്ത് ചെയ്യുന്നു, വേറെ പറയുന്നത് അല്ലേ, ലോ ഓഫ് റിട്ടേൺ ടു സ്കെയിൽ എന്ന് പറഞ്ഞു. ഇവിടെ ലോ ഓഫ് വാരിയബിൾ പ്രൊപ്പോർഷൻ പറയുന്നു. അപ്പോൾ ലോ ഓഫ് വാരിയബിൾ പ്രൊപ്പോർഷൻ പറയുന്നത് ഇൻപുട്ടിൻ്റെയും ഔട്ട്പുട്ടിൻ്റെയും റിലേഷൻഷിപ്പ് വെച്ചിട്ടാണ് പറയുന്നത്. അത് ഏത് ഇതിലാണ് പറയുന്നത്, ഷോർട്ട് റണ്ണിലാണ് പറയുന്നത്. ഇറ്റ് സ്റ്റേറ്റ് ദാറ്റ് ആസ് എ ക്വാണ്ടിറ്റി ഓഫ് എ വൺ ഇൻപുട്ട് ഈസ് ഇൻക്രീസ്ഡ് വൈൽ ഹോൾഡിംഗ് ആൾ അതർ ഇൻപുട്ട് കോൺസ്റ്റൻറ്റ്.
ദ മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ദാറ്റ് ഇൻപുട്ട് വിൽ എവൻച്വലി ഡിക്ലൈൻ. അതായത് ഷോർട്ട് എന്താണ്, ഒരു ഇൻപുട്ട് മാത്രം ഉപയോഗിക്കുന്നുള്ളൂ, ബാക്കിയൊക്കെ അവിടെ എന്താണ് കോൺസ്റ്റൻ്റ് ആണ്, ഉപയോഗിക്കുന്നില്ല. ലോങ് റണ്ണ് മൊത്തം ഉപയോഗിക്കുന്നുണ്ട്, മറ്റേത് ഷോർട്ട് റണ്ണില്ല, മൊത്തം ഉപയോഗിക്കുന്നില്ല. അപ്പോൾ എന്താണ്, ക്വാണ്ടിറ്റി ഓഫ് വൺ ഇൻപുട്ട് ഈസ് ഇൻക്രീസ്ഡ് വെൽ ഹോൾഡിങ്. ഒരു ഇൻപുട്ട് ഇൻക്രീസ് ചെയ്യുന്നു, മറ്റേതൊക്കെ എന്ത് ചെയ്യുന്നു, കോൺസ്റ്റൻ്റ് വെക്കുന്നു. അപ്പോൾ എന്താ മാർജിനൽ പ്രോഡക്റ്റ് എന്താ ബാധിക്കുക, മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് ദാറ്റ് ഇൻപുട്ട്, ആ യൂസ് ചെയ്യുന്ന ഇൻപുട്ടിന് എന്ത് ചെയ്യുന്നു, ആക്ച്വലി ഡിക്ലൈൻ, അവിടെ എന്ത് ചെയ്യുന്നു, കുറയുന്നു. This law can be illustrated through a production function which shows the relation between input and output. നമ്മളൊരു ഗ്രാഫിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളിവിടെ ഗ്രാഫിൻ്റെ രൂപത്തിൽ നമ്മളിവിടെ പറയുന്നുണ്ട് ഷോർട്ട് റണ്ണിൻ്റെയും അതുപോലെ തന്നെ ലോങ് റണ്ണിൻ്റെയൊക്കെ ലോ ഓഫ് വേരിയബിൾ. അത് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് ഷോർട്ട് റണ്ണിലാണ്. അതിൻ്റെ ഒരു ഇല്ലസ്ട്രേറ്റഡ് മെത്തേഡ് നമ്മളിവിടെ പറയുന്നുണ്ട്, അടുത്തതിൽ വരുന്നുണ്ട്, അടുത്ത സ്ലൈഡിൽ വരുന്നുണ്ട്. വിച്ച് ഷോസ് ദി റിലേഷൻ ബിറ്റ്വീൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. അത് ഇൻപുട്ടും ഔട്ട്പുട്ടാണ് പറയുന്നത്. ഇൻ ദ ഷോർട്ട് റൺ പറയുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് വൺ ഇൻപുട്ട് ഈസ് കൺസിഡർഡ് ഫിക്സഡ്. ലാബർ എന്താണ്, അറ്റ്ലീസ്റ്റ് വൺ ഇൻപുട്ട് ഫിക്സ് ചെയ്യൽ നിർബന്ധമാണ്. വെൽ ദ ക്വാണ്ടിറ്റി ഓഫ് ദി വേരിയബിൾ ഇൻപുട്ട് ഈസ് ഇൻക്രീസ്ഡ്. അവിടെ എന്താണ്, ക്വാണ്ടിറ്റി ഓഫ് വേരിയബിൾ ഇൻപുട്ട് ഈസ് ഇൻക്രീസ് ചെയ്യും. ദ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എക്സിബിറ്റ് ഇൻക്രീസ് റിട്ടേൺ ടു സ്കെയിൽ ഇനീഷ്യലി. അതായത് ഇൻ ദ ഷോർട്ട് റൺ അറ്റ്ലീസ്റ്റ് വൺ ഇൻപുട്ട് ഈസ് കൺസിഡർഡ് ഫിക്സഡ്. ഒരു ഇൻപുട്ട് എന്താവും, ഫിക്സ് ചെയ്യും. വൈൽ ദി ക്വാണ്ടിറ്റി ഓഫ് ദി വേരിയബിൾ ഇൻപുട്ട്, അതായത് വേരിയബിൾ ആയിട്ടുള്ള ഒരു ഇൻപുട്ട് എന്ത് ചെയ്യും, ഈസ് ഇൻക്രീസ്ഡ്. ആ ഇൻപുട്ട് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. കാരണം അത് മാത്രം യൂസ് ചെയ്യുന്നുള്ളൂ, മറ്റൊന്നും യൂസ് ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ത് ചെയ്യും, എക്സിബിറ്റ് ഇൻക്രീസ് റിട്ടേൺ ടു സ്കെയിൽ ഇനീഷ്യലി. കാരണം ആ ഒരു യൂസ് മാത്രം ചെയ്യുള്ളൂ. അപ്പോൾ എന്താണ്, റിട്ടേൺ ടു സ്കെയിൽ ഇൻക്രീസ് ചെയ്യും. കാരണം മറ്റുള്ള സംഭവങ്ങളൊന്നും ഒക്കെ എന്താണ്, കോൺസ്റ്റൻ്റ് ആണ്. മറ്റുള്ള ഫാക്ടേഴ്സുകളൊക്കെ എന്താണ്, കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഇത് മാത്രം, ഈ ഒരു ഇൻപുട്ട് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ ആ ഇൻപുട്ട് വരുന്ന ലോസ്റ്റുകളും അല്ലെങ്കിൽ അതിൻ്റെ വരുന്ന കോസ്റ്റും കാര്യങ്ങളും മാത്രം നോക്കിയാൽ മതി. മറ്റുള്ളതൊന്നും അവർക്ക് എന്തില്ല, നോക്കേണ്ട ആവശ്യമില്ല. അത് ഷോർട്ട് റൺ ആണ്. അപ്പോൾ എന്ത് ചെയ്യും, ഇനീഷ്യൽ ഇൻക്രീസ് എന്ത് ചെയ്യും, റിട്ടേൺ ടു സ്കെയിൽ ഇൻക്രീസ് ചെയ്യുന്നതാണ്. ആസ് എ വാരിയബിൾ ഇൻപുട്ട് ഈസ് ആഡഡ്. ഒരു ഇൻപുട്ട് ആഡ് ചെയ്യുകയാണെങ്കിൽ അണ്ടിൽ ചെറിയൊരു ഇതുണ്ടായിരുന്നു. ആസ് എ വാരിയബിൾ ഇൻപുട്ട് ഈസ് ആഡഡ് until a point is reached where the law of variable proportion set in and diminishing return to scale begin to occur. ഒരു വാരിയബിൾ ഇൻപുട്ട് ആഡ് ചെയ്യുകയാണെങ്കിൽ, നേരത്തെ നമ്മൾ പറഞ്ഞു ആഡ് ചെയ്യാതെ നമ്മൾ സാധാരണ ലോ ഓഫ് വേരിയബിൾ ഇൻപുട്ടിൽ ഫിക്സഡ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ഇൻക്രീസിങ് റിട്ടേൺ ടു സ്കെയിലാണ്. ഇത് ഡിമിനിഷിങ്, രണ്ടിനെയും ഇടയിൽ വരുന്നതാണ് ഡിമിനിഷിങ്. അങ്ങനെ സംഭവിക്കുക എങ്ങനെയാണ്, ദ വാരിയബിൾ ഇൻപുട്ട് ഈസ് ആഡഡ്. വാരിയബിൾ ഇൻപുട്ട് എന്ത് ചെയ്തു, കൂട്ടി. അപ്പോൾ അണ്ടിലെ പോയിന്റ് റീച്ചിട്ട് നമ്മൾ കൂട്ടിയപ്പോൾ ഒരു പോയിന്റിലേക്ക് നമ്മൾ എത്തി. വേർ ദ ലോ ഓഫ് വാരിയബിൾ പ്രൊപ്പോർഷൻ. അപ്പോൾ ഒരു യൂണിറ്റ് നമ്മൾ കൂട്ടുമ്പോൾ നമ്മൾ നിലവിലുള്ള ഇതിന് എന്ത് ചെയ്യുന്നു, ചെറിയൊരു മാറ്റം വരുന്നു. ആ മാറ്റത്തെയാണ് എവിടെ എത്തുമ്പോഴത് ഡിമിനിഷ് റിട്ടേൺ ടു സ്കെയിൽ അവിടെ എത്തും. അത് ഒരു ഗ്രാഫ് രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, പറയാവുന്നതാണ്. വാരിയബിൾ ഇൻപുട്ട്, യൂണിറ്റ്സ് ഓഫ് വാരിയബിൾ ഇൻപുട്ടാണ്. ഇതതിൻ്റെ ഫസ്റ്റ് സ്റ്റേജാണ്, ഇതെൻ്റെ സെക്കൻഡ് സ്റ്റേജാണ്, ഇതിൻ്റെ തേർഡ് സ്റ്റേജാണ്. എം പി ആൻഡ് എ പി എന്ന് കാണാം, അതുപോലെ തന്നെ ഇവിടെ ടി പി എന്ന് കാണാം. അതായത് ടോട്ടൽ പ്രൊഡക്റ്റ്, മാർജിനൽ പ്രൊഡക്റ്റ്, ആവറേജ് പ്രൊഡക്റ്റ് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ലോ ഓഫ് വാരിയബിൾ പ്രൊപ്പോർഷൻ്റെ ഒരു ഗ്രാഫാണിത്. ആദ്യം ഇങ്ങനെ തുടങ്ങി എന്തായി, ഫസ്റ്റ് സ്റ്റേജിൽ എന്തായി, ഒരു ലെവലിൽ പോയി. അപ്പോൾ അവിടെ എന്തായി, യൂണിറ്റ് എന്താവും, ഒരു ലെവൽ ഇവിടെ എത്തും, കുറച്ച് കൂടുമ്പോൾ എന്താവും, ഫസ്റ്റ് സ്റ്റേജിൽ നല്ല റിട്ടേൺ ടു സ്കെയിൽ ഇൻക്രീസിങ് ആവും. പിന്നെ സെക്കൻഡ് സ്റ്റേജിൽ എന്താവും, വീണ്ടും ഒന്നും കൂടി കയറ്റം കൂടിയിട്ട് എന്താവും, സെക്കൻഡ് സ്റ്റേജിൽ ഒന്നും കൂടി കൂടുമ്പോൾ എന്താവും, ഇൻക്രീസിങ് ആവും. പിന്നത്തെ തേർഡ് സ്റ്റേജ് എത്തുമ്പോൾ എന്താവും, ഒരുപാട് യൂണിറ്റുകൾ ഇവിടെ ഉപയോഗിച്ചു, കുറച്ച് ഇൻക്രീസായി, പ്രൊഡക്റ്റ് ഉപയോഗിച്ചു, ക്വാണ്ടിറ്റി കൂടി, ടോട്ടൽ പ്രൊഡക്റ്റിൽ എന്തായി, ക്വാണ്ടിറ്റി കൂടി. പിന്നെ രണ്ടാം സ്റ്റേജിൽ എന്തായി, പിന്നെ വീണ്ടും പ്രൊഡക്റ്റ് ഉപയോഗിച്ചു, ക്വാണ്ടിറ്റി കൂടി. മൂന്നാമത്തെ ക്വാണ്ടിറ്റി എന്ത് ചെയ്യും, റിട്ടേൺ ടു സ്കെയിൽ അതെന്താവും, ഡിക്രീസ് ചെയ്തുകൊണ്ട് റിട്ടേൺ ചെയ്യും. കാരണം അപ്പോഴേ ടോട്ടൽ പ്രൊഡക്റ്റ് കിട്ടുള്ളൂ. കാരണം 3 സ്റ്റേജ് ഉപയോഗിക്കുമ്പോൾ തന്നെ ടോട്ടൽ പ്രൊഡക്റ്റ് എന്തായി, ഡിക്രീസ് ചെയ്തു. കാരണം 2 സ്റ്റേജിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് പിന്നെ നമ്മളടുത്ത് ഉപയോഗിക്കാനില്ലാതെ വരുമ്പോൾ എന്താവും, യൂണിറ്റ് ഓഫ് വാരിയബിൾ
ഇതെന്താവും ടി പി കുറഞ്ഞിങ്ങനെ വരുന്നതാണ്. ബാക്കി ഗ്രാഫിനെ കുറിച്ച് നമുക്കൊന്ന് പറയാം. ഒന്ന് എക്സ് ആക്സിസ് എന്ന് പറഞ്ഞാൽ എവിടെയാണ് വരുന്നത്? ഇതാണ് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ് ആണ്. ഓക്കെ, ഈ ഒരു ഗ്രാഫിനെ കുറിച്ച് നമുക്കൊന്ന് വിശദീകരിച്ച് പറയാം, അപ്പോൾ നമുക്കൊന്ന് മനസ്സിലാവുള്ളൂ. On the x-axis we have the quantity of the variable input and on the y-axis we have the result in the level of output. X-axis എന്തുണ്ട്? variable of input ഉണ്ട്, input level units of variable input. Y-axis എന്തുണ്ട്? അതിൻ്റെ ഔട്ട്പുട്ട് ലെവലും ഉണ്ട്. ഇത് സ്റ്റേജ് 1. സ്റ്റേജ് 1 നമ്മൾ പറഞ്ഞല്ലോ 3 സ്റ്റേജ്. ടി പി ഇസ് ഇൻക്രീസ് അറ്റ് ആൻ ഇൻക്രീസിങ് റേറ്റ് ടിൽ ദി പോയിന്റ് പി. അതായത് ഈ പോയിന്റ് എത്തുന്നവരെ എന്താണ്? ടി പി എന്താണ്? സ്റ്റേജ് 1 ഇൻക്രീസിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇവിടെ പറയുന്നത്. ഇന്നോ ആൻഡ് ഇൻക്രീസ് അറ്റ് അവിടെ എന്ത് ചെയ്യുന്നു? ടി പി ഇസ് ഇൻക്രീസ് അറ്റ് ദി ഇൻക്രീസിങ് റേറ്റ് ടിൽ ദ പോയിന്റ് പി ആൻഡ് ഇൻക്രീസ് അറ്റ് ദി ഡിക്രീസ് റേറ്റ് ഫ്രം ദി പോയിന്റ് പി ടു ക്യൂ. പി ടു ക്യൂ വരുമ്പോൾ എന്ത് ചെയ്യും? വീണ്ടും ഇൻക്രീസ് ചെയ്യുന്നു. അത് ഡിക്രീസ് ചെയ്യുന്ന റേറ്റിൽ നിന്ന് അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒന്നും കൂടി ഇൻക്രീസ് ചെയ്താണ്ട് ക്യൂവിലോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒന്നും കൂടി മാറുന്നു. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് എന്ത് ചെയ്യുന്നു? അവിടെ കഴിയുന്നു. അപ്പോൾ അവിടെ എം പി എന്താവും? എം പി റീച്ചസ് മാർജിൻ പ്രോഡക്റ്റ് റീച്ചസ് ദാറ്റ് ഈസ് മാക്സിമം അറ്റ് പോയിന്റ് പി ആൻഡ് സ്റ്റാർട്ട് ഫാളിങ് ആഫ്റ്റർ വാർഡ്സ്. അതായത് മാർജിൻ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് അഡീഷണൽ ആയിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നതാണ്. മാക്സിമം എന്ത് ചെയ്യും? അത് പോയിന്റ് പിയിൽ മാർജിനിൽ എന്ത് മാക്സിമം പോയിന്റ് പിയിൽ എന്ത് ചെയ്യുന്നു? മാക്സിമം യൂസ് ചെയ്തിട്ടുണ്ടാവും, മാക്സിമം യൂണിറ്റ് ഇൻപുട്ട് ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ടാവും. ക്യൂ ലെവലിട്ട് എത്തുമ്പോൾ തന്നെ നമ്മൾ മാക്സിമം ലെവൽ നമ്മളത് മാർജിൻ പ്രോഡക്റ്റ് കഴിഞ്ഞിട്ടുണ്ടാവും, കാര്യം യൂസ് ചെയ്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ അത് മാർജിൻ പ്രോഡക്റ്റ് ഒരുപാട് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഇൻപുട്ടുകളൊക്കെ എന്താവും? ഒരുപാട് കുറയും. ഇറ്റ് ഫാളിങ് ആഫ്റ്റർ വാട്ട് സ്റ്റേജ് 2 സ്റ്റാർട്ട് അറ്റ് പോയിന്റ് ഇ വെൻ ബോത്ത് എ പി ആൻഡ് എം പി ആർ ഈക്വൽ. സ്റ്റേജ് 2 എത്തുമ്പോൾ എന്താവും? അറ്റ് പോയിന്റ് ഇ വെൻ ബോത്ത് എ പി ആൻഡ് എം പി ആർ ഈക്വൽ. അതായത് സ്റ്റേജ് 2 എത്തുമ്പോൾ ബോത്ത് എം പി ആൻഡ് എ പി, അതായത് സ്റ്റേജ് 2 എത്തുമ്പോൾ ഈ നിറഞ്ഞ സംഭവമുണ്ട് ഈക്വൽ. രണ്ടിൻ്റെ എത്തുമ്പോൾ ഇവിടെ നേരെ ഇത് എം പി കർവാണ്, ഇത് എ പി കർവാണ്. അതായത് മാർജിനലാണ്, മറ്റേത് ആവറേജ് പ്രോഡക്റ്റാണ്. ആവറേജ് പ്രോഡക്റ്റ് ഫസ്റ്റ് ഇൻക്രീസ് ചെയ്തു, സെക്കൻഡ് ഇങ്ങനെ ഡിക്രീസ് ചെയ്തു. ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിന് എന്ത് ചെയ്തു? അഡീഷണൽ ആഡ് ചെയ്തു, പിന്നെ കുറഞ്ഞു വരുന്നു. ഇത് രണ്ടിനെ കൂട്ടിമുട്ടുന്ന ഇക്വിലിബ്രിയം കൺസെപ്റ്റിനെയാണ് ഇവിടെ പറയുന്നത്. Stage 2 start at the point E when both AP and MP are equal. MP reaches its maximum at point P. അതായത് മാക്സിമം പോയിന്റ് പി വരെ എന്ത് ചെയ്യുന്നു? മാക്സിമം എടുത്തുന്നു. ഈ മാക്സിമം പി എം പി റീച്ച് ചെയ്യുമ്പോൾ ഈ പോയിന്റാണ് പറയുന്നത്. എം പി റീച്ച് ചെയ്യുമ്പോൾ ക്യൂ, ഈ ക്യൂ എന്ന് പറയുന്ന സംഭവമാണ് ഇ എന്ന് പറയുന്ന പോയിന്റിൽ വരുന്നത്. മാക്സിമം ഇവിടെ റീച്ച് ചെയ്യുമ്പോൾ പി റീച്ച് ചെയ്യുമ്പോൾ അത് സ്റ്റാർട്ട് ഫാളിങ് ആഫ്റ്റർ വാർഡ് സ്റ്റേജ് 2 സ്റ്റാർട്ട് അറ്റ് പോയിന്റ് ഇ വെൻ ബോത്ത് എ പി ആൻഡ് എം പി ആർ ഈക്വൽ. ആഫ്റ്റർവേർഡ് ഇൻ സ്റ്റേജ് 2 സ്റ്റേജ് 2 പിന്നെ പറയുന്നത് എന്താണ്? ബോത്ത് എം പി ആൻഡ് എ പി സ്റ്റാർട്ട് ഡിമിനിഷിങ്. സ്റ്റേജ് 2 എന്ത് ചെയ്യുന്നു? എം പിയും എ പിയും ഡിമിനിഷൻ ചെയ്യാൻ പോകുന്നു. അതായത് സ്റ്റേജ് 2 എന്ത് ചെയ്യുന്നു? എം പിയും കുറയാണ്, അതുപോലെ തന്നെ എ പി ലെവല് കുറഞ്ഞു പോവാണ്. ഇത് ടോട്ടൽ പ്രോഡക്റ്റിൻ്റെ കർവാണ്, ഇത് എം പിൻ്റെ എ പിൻ്റെ കർവാണ്. സ്റ്റേജ് 2 നിന്ന് എന്ത് കുറയുന്നുണ്ട്? എം പിയും എ പിയും കുറഞ്ഞു പോകുന്നുണ്ട്. ഇതാ എ പി ലെവൽ അങ്ങനെ കുറഞ്ഞ് സ്റ്റേജ് 1 വരെ ഇൻക്രീസ് ആയി, 2 ഇങ്ങനെ പതുക്കെ ലെവൽ കുറഞ്ഞിട്ട് ഇങ്ങനെ വരുന്നുണ്ട് എ പി. അതുപോലെ എം പി ലെവൽ ഇങ്ങനെ ആദ്യം എല്ലാം കൂടി, പിന്നെ ഇങ്ങനെ സ്റ്റേജ് 2 എത്തിയപ്പോൾ എന്തായി? കുറഞ്ഞ് വരുന്നുണ്ട്. As we move to the right along the x-axis, the production function curve eventually starts to flatten out, indicating the stage of diminishing returns. അപ്പോൾ എന്താവും? സ്റ്റേജ് 2 എത്തുമ്പോൾ എം പി എ പിയും ഡിമിനിഷിങ് ആയിട്ട്, പൂർണ്ണമായിട്ടും ഇതായിട്ടില്ല, ലോ ലെവലായിട്ടില്ല എങ്കിലും അതെന്തായിട്ടുണ്ട്? ഡിമിനിഷിങ് ആയിട്ട് വരുന്നുണ്ട്. അറ്റ് ദിസ് സ്റ്റേജ്, ഈ സ്റ്റേജ് വെച്ച് പറയുകയാണെങ്കിൽ each additional unit of the variable input leads to a smaller increase in the output than the previous unit. ഓരോ യൂണിറ്റിലെയും ഓരോ സംഭവത്തിലും നമ്മൾ എന്ത് ചെയ്യുന്നു? ഈച്ച് അഡീഷണൽ യൂണിറ്റ്
ഓരോ ഏരിയയിലും നമ്മൾ ഫസ്റ്റ് സ്റ്റേജിലും സെക്കൻഡ് സ്റ്റേജിലൊക്കെ എന്തായി, നമ്മൾ 2 സ്റ്റേജുകളാണ് പറഞ്ഞത്. 2 സ്റ്റേജ് യൂണിറ്റുകൾ എന്ത് ചെയ്തു, അഡീഷൻ കൊടുത്തപ്പോൾ അവിടെ എന്ത് വരുന്നുണ്ട്, സ്മാളർ ലെവലിൽ ഇൻക്രീസ് ആകുന്നുണ്ട്. അതിൻ്റെ ഔട്ട്പുട്ട് ദാൻ ദി പ്രീവിയസ് യൂണിറ്റ്, അവിടെ ഔട്ട്പുട്ട് എന്ത് ചെയ്യുന്നു, മാറ്റം വരുന്നുണ്ട്. ഇവൻച്വലി ദ കർവ് റീച്ചസ് എ മാക്സിമം പോയിന്റ് വേർ ദി മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ദി വാരിയബിൾ ഇൻപുട്ട് ബിക്കം 0. അതായത് മാക്സിമം ഫസ്റ്റ് സ്റ്റേജിലൊക്കെ ഇൻക്രീസ് ആയി, ഈ 2ാമത്തെ സ്റ്റേജിൽ അവിടെ ഡിമിനിഷിങ് ആയി, അവസാനം AP അവിടെ എത്തുന്നുണ്ട്, ആവറേജ് പ്രോഡക്റ്റ് ഡിഗ്രീസ് റിട്ടേൺ സ്കെയിൽ വരുന്നു, മാർജിൻ എന്താവും 0 ലെവലിൽ ഏറ്റവും താഴ്ന്നു പോകുന്നതാണ്. അതായത് മാർജിനൊക്കെ ഒരു അഡീഷണൽ യൂണിറ്റ് ഉപയോഗിച്ച് പിന്നെ അവർക്ക് യൂണിറ്റ് ഇല്ലാത്തതായിട്ട് പോകും. ടോട്ടൽ പ്രോഡക്റ്റ് എന്താവും അവിടെ ഒരു ലെവൽ പറയുന്നുണ്ട്, ആവറേജ് പ്രോഡക്റ്റ് അവിടെ ഒരു ആവറേജ് കീപ്പ് ചെയ്ത് പോകുന്നതുകൊണ്ട് അവരെന്തില്ല 0യിലോട്ട് എത്തൂല. മാർജിന് പ്രോഡക്റ്റിൻ്റെ അടുത്ത് എന്തില്ല, ഇതില്ല, യൂണിറ്റ് യൂസ് ചെയ്യാനുള്ള ഇതില്ല, കപ്പാസിറ്റി അല്ലെങ്കിൽ യൂണിറ്റ് പ്രോഡക്റ്റ് ഇല്ല, കാരണം പ്രോഡക്റ്റ് അഡീഷണൽ ആയിട്ട് യൂസ് ചെയ്തുകൊണ്ട് ആവറേജ് ഒരു ലെവലിൽ ഇങ്ങനെ ഉപയോഗിച്ച് പോയതുകൊണ്ട് എന്തില്ല 0യിലോട്ട് എത്തിയില്ല. MP എന്ത് ചെയ്തു, 0യിലോട്ട് എത്തി. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു. ഇവിടെ ഗ്രാഫുകളെ കുറിച്ച് പറഞ്ഞു. എന്തൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഇതിൽ ക്ലാസ്സിൽ പറഞ്ഞത്? നമ്മൾ ക്ലാസ്സിൽ ലോ ഓഫ് വാരിയബിൾ പ്രൊപ്പോർഷൻ പറഞ്ഞു, അതുപോലെ തന്നെ കൺസെപ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ പറഞ്ഞു, ഷോർട്ട് ടേം അതുപോലെ ലോങ് ടേം പ്രൊഡക്ഷൻ മെൻഷൻസിൻ്റെ ഡിഫറൻസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അത് ഗ്രാഫ് രൂപത്തിൽ നമ്മളിവിടെ 3 സ്റ്റേജുകളായിട്ട് എന്ത് ചെയ്തു, യൂണിറ്റിനെ കുറിച്ച് ഇവിടെ പറഞ്ഞു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നു. കൃത്യമായിട്ട് നോക്കുക എല്ലാവരും. ഓക്കെ, താങ്ക് യു.